ഞാനൊരു സ്കൂളിന്റെ ചെയർപേഴ്സണാണ്. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഐ എക്സ്പെക്ട് ഓൾ മൈ സ്റ്റുഡൻസ് ടു വിഷ് മീ ബാക്ക്. സോ ഗുഡ് മോർണിംഗ്. Good morning. Good. So I have been told that there is a mix of students and young entrepreneurs. So just to have a quick understanding, who are the students here? Can I see some raised hands? Okay. So young entrepreneurs, I don't see any raised hands. Mixed ഉണ്ടോ ഇതിനകത്ത്? ചിലർ രണ്ടിനും കൈ പൊക്കിയിട്ടുണ്ടല്ലോ. എനിവേസ്, ഓക്കെ. ഞാനിപ്പം നിതിൻ സംസാരിച്ചിരുന്ന അത്രയും സമയം ഞാൻ ആലോചിച്ചത് എന്ത് ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു ഞാൻ കുറെ നേരമായിട്ട് ആലോചിച്ചത്. നമ്മുടെ ഭാഷയാകുമ്പോൾ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇല്ലേ? എന്തായാലും ഐ വിൽ ഡു സംതിങ്. ഐ വിൽ ഡു എ മിക്സ്ഡ്. ഐ വിൽ ഡു മംഗ്ലീഷ്. യാ, വി ലിവ് ഇൻ ആൻ അമേസിംഗ് ഡിജിറ്റൽ ഈറ, അല്ലെ? ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പലരും സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സും കണക്ട്സുമാണ്, റൈറ്റ്? അങ്ങനെ ഒരു കണക്ട് ആണ് ദ റീസൺ വൈ ഐ എം ഹിയർ വിത്ത് ദി ഓർഗനൈസേഴ്സ് ഓഫ് ദിസ് ഈവന്റ്, ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ യു ഗൈസ് ടു ഹാവിംഗ് മീ ഹിയർ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടോപ്പിക്കിൽ ഐ ഹാഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ദി അതർ ഡേ. I was at TiECon last week, and അവിടെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ I got a message on LinkedIn which said, മലയാളത്തിലായതുകൊണ്ട് ഞാനത് മലയാളത്തിൽ തന്നെ പറയാം, ടൈക്കോണിൽ കണ്ടു, മൈൻഡ് അടിച്ചില്ലല്ലോ. ഓക്കെ, അത് എഴുതിയ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ഇഫ് എനി വൺ ഓഫ് യു ഇസ് കണക്റ്റഡ് വിത്ത് മീ ഓൺ സോഷ്യൽ മീഡിയ, പ്ലീസ് ഡു കം ആൻഡ് സേ ഹായ് ടു മീ ആഫ്റ്റർ ദിസ് ഇവന്റ്, ബിക്കോസ് ആ സോഷ്യൽ അവതാറിന് ഒരു ഹ്യൂമൻ ഫേസ് കൊടുക്കുന്നത് ഇസ് ഓൾവേസ് നൈസ്, അല്ലേ? ഫൈൻ. യാ, നിങ്ങൾ ആരെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഫോട്ടോയിൽ കണ്ട ആളല്ലല്ലോ ഇവിടെ നിൽക്കുന്നതെന്ന്. ഫോട്ടോഷോപ്പ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആപ്പാണ് ഫോട്ടോഷോപ്പ് ആൻഡ് അതർ ഫോട്ടോ ടച്ചിങ് ആപ്സ്. സോ ഹെയിൽ ഫോട്ടോഷോപ്പ്, റൈറ്റ്? പറ, യു ഓൾ ലൈക്ക് ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പ് ടച്ച് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഫോട്ടോ ഇടുമ്പോ സോഷ്യൽ മീഡിയയില്? ഇല്ല അല്ലേ? ഓക്കെ, നൗ ടു ദ മോസ്റ്റ് സീരിയസ് ടോപ്പിക്. I want to talk about two things today. One is experience that you gain, which you carry with you through your life. And two is about two terminologies, which I think Nitin used it very well here, success and failure. So to start off with, I'll talk about experience. I started my career with Tata Motors and as a salesperson. When I'm standing here today, one of the roles that I have in my life is as a chairperson of Guardian Public Schools. I have one in Cochin and one in Palakkad. As a person heading that, let me tell you, learning starts when your formal education gets over. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നത് ഒരിക്കലും മോസ്റ്റ് ഓഫ് ദ ടൈം ജീവിതത്തിൽ പ്രാവർത്തികമാവാറില്ല. ആൻഡ് യുവർ ലേണിംഗ് സ്റ്റാർട്ട്സ് when you finish your formal education, your engineering, your MBA, whatever. I was born and brought up in a very orthodox family where ഒരു ഗേൾസ് സ്കൂൾ ആൻഡ് കോളേജിൽ കാറിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ചു വന്ന് അത്രയും തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും ലേറ്റർ ഒരു MBAക്കും പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ലോകത്തിനെ കുറിച്ചോ നമ്മുടെ നാടിനെ കുറിച്ചോ എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് എന്നെ സ്ട്രെയിറ്റ് എടുത്ത് ടാറ്റ മോട്ടോഴ്സിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് യു നോ വാട്ട് മൈ അസൈൻമെന്റ് വാസ്? ടു സെൽ ട്രക്സ്. അത് എവിടെയാണെന്നറിയാമോ? നോർത്ത് കേരള. കൊച്ചി കിടക്കുന്ന ഞാൻ തൃശ്ശൂര്, മലപ്പുറം, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്. ഇത് ഈ കാലത്ത് ഇത് പറയുമ്പോൾ അത്ര വലിയൊരു നിങ്ങൾക്കൊരു ഇത് തോന്നില്ല. കാരണം നിങ്ങൾ നമ്മുടെ പല ഫിലിം സ്റ്റാർസും കേരളത്തിലെ തന്നെ പല ഭാഷ പല രീതിയിൽ സിനിമയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം ഞാൻ ആലോചിച്ചത്, മലയാളം ഇങ്ങനെയും പറയുമോ? മനസ്സിലായോ ഞാൻ പറയുന്നത്? കാസർഗോഡൊന്നും ചെന്ന പറഞ്ഞ എനിക്ക് ഭാഷ പോലും മനസ്സിലാവാറില്ലായിരുന്നു പല സമയത്തും. പിന്നെ ബിരിയാണി ഇങ്ങനെയും ഉണ്ടാക്കുമോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോ അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്കിലേക്കാണ് ഈ കൊച്ചി കിടക്കുന്ന ഞാൻ പോയിട്ട് ചെന്ന് വീണത്. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഇറ്റ് വാസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ് ഫോർ മീ
ഈ ഒരു 2-3 കൊല്ലത്തിന് മുമ്പ് ഈ ഗാർഡിയൻ പബ്ലിക് സ്കൂളിന്റെ ചെയർപേഴ്സൺ എന്നുള്ള ഒരു പദവി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അതും എനിക്കൊരു ഷോക്കറായിരുന്നു. അത് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈം ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. പക്ഷെ വൺ ഫൈൻ ഡേ വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ഹാൻഡിൽ ദ സ്കൂൾസ് which I had absolutely no experience, and one of them being in Cochin, okay, at least നമുക്ക് ഇവിടുത്തെ നാടൊക്കെ അറിയാം, and one of them being in Palakkad, എന്റെ ആകെ ഒരു ആശ്വാസം ഞാൻ ആ ജില്ല കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതായിരുന്നു. ബാക്കി എല്ലാ പ്രോബ്ലംസും ഉള്ളപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടുത്തെ നാട്ടുകാരുമായിട്ടൊക്കെ ഞാനൊന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ് മൈ ബിഗ്ഗസ്റ്റ്, ആകെ അറ്റ്ലീസ്റ്റ് ബിഗ്ഗസ്റ്റ് അല്ല, മൈ വൺ കോൺസലേഷൻ ഫോർ ദ ഹോൾ തിങ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഹിയർ ഇസ്, നമ്മൾ സ്കൂളിംഗ് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് ജമ്പിങ് ഇൻ ടു ആൻ ഓൺടർപ്രണർഷിപ്പ് ഇസ് എ ഗുഡ് ഐഡിയ, അല്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ദി എക്സ്പീരിയൻസസ് ദറ്റ് യു ക്യാൻ ഗെയിൻ ബൈ ബീയിങ് ഇൻ എ സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ ഇസ് അമേസിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനിൽ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ചുറ്റും ആളുകളുണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അല്ലേ? നമുക്ക് എന്ത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ നമ്മുടെ മിസ്റ്റേക്സ് ആർ മച്ച് ലെസ്. നമ്മൾ തന്നെ നീന്താൻ തുടങ്ങിയാലോ, എടുത്തു ചാടി ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ, നമ്മൾക്ക് ശക്തിയുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ നീന്തി കരയ്ക്ക് അടുക്കും. പക്ഷെ അതിനിടയ്ക്ക് എന്തോരും വെള്ളം കുടിക്കും, ഇല്ലേ? ചിലർ മുങ്ങിച്ചാവുകയും ചെയ്യും, ചാവില്ലേ? ഇല്ലേ? എന്റെ സ്ലാങ്ങും ഇച്ചിരി അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു സ്ലാങ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എൻ എക്സ്പീരിയൻസ് വിത്ത് എ സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷന് അത് സഹിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. വെൻ വി ആർ ഡൂയിങ് ഓൺ അവർ ഓൺ, ചെറിയ മിസ്റ്റേക്സ് ഓൾസോ ക്യാൻ ബിക്കം വെരി എക്സ്പെൻസീവ്. ആ എക്സ്പെൻസ് ആരാ എന്നിട്ട് ബെയർ ചെയ്യുന്നത്? ഹൂ ഇസ് ബെയറിംഗ് ദോസ് എക്സ്പെൻസ്? ഹൂ? ഐ നീഡ് ആൻ ആൻസർ ഫ്രം ദി ഓൺടർപ്രണേഴ്സ് ഹിയർ. സ്വന്തം പോക്കറ്റിൽ നിന്നാ പോകുന്നത്. It might become very expensive, right? So that is one thing. Another thing, again from what Nitin was saying, there are a group of 8 people working together. Okay. ഒരു ഓൺടർപ്രണർഷിപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ സൂത്തിക എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ഫൗണ്ടറും കൂടാണ് ഞാൻ. ഞങ്ങൾ ആകെ 6-7 പേരേ ഉള്ളൂ. ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ 6-7 പേരാണ് HR ഡീൽ ചെയ്യും, ആൾക്കാരെ ഹയറിംഗ് ഡീൽ ചെയ്യും, അക്കൗണ്ട്സ് ഡീൽ ചെയ്യും, സെയിൽസ് ഡീൽ ചെയ്യും, എല്ലാം ഡീൽ ചെയ്യും. പക്ഷേ എന്റെ അതർ എക്സ്പീരിയൻസ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് ദി സ്കൂൾസ്, എനിക്കങ്ങനെ ഓരോ വ്യക്തികളല്ല ഡീൽ ചെയ്യുന്നത്, 100 സ്റ്റാഫ് ഉണ്ട്. സോ HR ബിക്കംസ് എ ഡിപ്പാർട്ട്മെന്റ്, റൈറ്റ്? ഫിനാൻസ് ബിക്കംസ് എ ഡിപ്പാർട്ട്മെന്റ്. എല്ലാം ഡിപ്പാർട്ട്മെന്റുകളായി മാറും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫായി മാറും. അപ്പം ദർ ആർ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ റിലേഷൻഷിപ്പ്. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടാറ്റ മോട്ടോഴ്സിൽ ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ് ഈ ഓർഗനൈസേഷൻസിനകത്ത് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉണ്ടായ 2 ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നറിയാമോ? HR ആൻഡ് അഡ്മിനും ഫിനാൻസും. എന്തുകൊണ്ടാ? ലീവ് വേണമെങ്കിൽ HR ആൻഡ് അഡ്മിനിൽ പോണം, വേണ്ടേ? നമ്മുടെ ലീവ് മാർക്ക് ചെയ്യുന്നതും നമ്മുടെ ആബ്സെന്റും പ്രസന്റും മാർക്ക് ചെയ്യുന്നത് HR ആൻഡ് അഡ്മിൻ ആണ്. ഇതെല്ലാം കണക്ക് കൂട്ടി കൊടുത്തിട്ട് സാലറി എവിടുന്നാ വരുന്നേ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പൊ അവര് തമ്മിൽ വളരെ അവിഹിതമായ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ അവിടെ വെച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. സോ what I'm saying is, you need to understand how departments function, and when departments ഉള്ളപ്പോൾ പ്രശ്നം is communication between departments are a big challenge. So ഇതൊക്കെ അറിയാനായിട്ട് ഒരു experience in a structured organization will help you. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. That is about the 2 terminologies that everybody uses so easily or loosely. That is success and failure. Okay. So എനിക്കൊരു കാര്യം അറിയട്ടെ, ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സ് എത്ര പേര് കൺസിഡേഴ്സ് ദാറ്റ് okay, I have achieved some sort of a success in life? Can I see some raised hands? Very good. What about how many of you feel that no, I am a failure? Nobody. That's simply great. Let me openly admit, നല്ല ലെവൽ ഓഫ് ഫെയിലിയേഴ്സ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ സക്സസിന്റെ റേഷ്യോ കുറവും ഫെയിലിയേഴ്സിന്റെ റേഷ്യോ ടെക്നിക്കലി ഐ വുഡ് സേ കൂടുതലുമാണ്, ബിക്കോസ് മൈ ഫെയിലിയേഴ്സ് ഓൾ വർ ഫിനാൻഷ്യൽ ലോസസ്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, പ്രോബബ്ലി നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ സക്സസ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഫെയിലിയർ? ആണോ?
How many of you agrees? സക്സസിന്റെ ഓപ്പോസിറ്റ് ആണ് ഫെയിലിയർ. How many of you agrees? Raised hands please. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ടീച്ചറിന്റെ സ്വഭാവമുണ്ട്. ഇത്രയും പേരെ ഉള്ളോ? അപ്പൊ സക്സസും ഫെയിലിയറും ഒരു അർത്ഥമാണെന്നല്ല ബാക്കി എല്ലാരും പറയുന്നേ. So show me the raised hand. Success opposite to failure. How many of you believes that? കൈപൊക്കാൻ എല്ലാവർക്കും വാദത്തിന്റെ അസുഖം ഇച്ചിരി ഉണ്ടോ അതോ ഓക്കെ? അപ്പൊ സക്സസും ഫെയിലിയറും ഒരേ അർത്ഥമാണെന്നാണോ എല്ലാരും സമ്മതിക്കുന്നത്? അങ്ങനെ സമ്മതിക്കരുത് കൈപൊക്കിക്ക്. അപ്പൊ ഇവിടെ അഭിപ്രായമില്ലാത്തവരാണ് കൂടുതൽ. ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തണം എല്ലാരെയും. Failure is a way to success. Yeah, failure is a way to success. എന്റെ ഡിക്ഷണറിയില് ഫെയിലിയർ ആൻഡ് സക്സസിന് ഒരേ ഇന്റർപ്രിട്ടേഷനേ ഉള്ളൂ. എന്താണെന്നറിയോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. Assume that you have to do a product launch. ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ ഈ പ്രോഡക്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം നിങ്ങൾ ലോഞ്ച് ചെയ്യണം. അപ്പൊ നമുക്കൊരു കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ലോഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ അച്ചീവ് ചെയ്താൽ, ഈ മൈൽ സ്റ്റോൺ നിങ്ങൾ അച്ചീവ് ചെയ്താൽ യു ആർ എ സക്സസ്. അച്ചീവ് ചെയ്തില്ലെങ്കിൽ യു ആർ എ വാട്ട്? ഫെയിലിയർ. ഇമാജിൻ വി അച്ചീവ് ദ സക്സസ് എന്ന് കരുതുക. ഇതേ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ വേറെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഊബറിന്റെ കേസ് എടുത്താൽ, അവര് ഊബർ ഹയർ ഇവിടെ കൊണ്ടുവന്നു എന്ന് അവർ പറയുന്നു അല്ലെ? വൈ? ഈ ഒരു മാർക്കറ്റിനെ സൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അപ്പൊ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയിൽ ചെയ്ത അതേ കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ സക്സസ് ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ സക്സസ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേ ചെയ്യൂ എന്ന് വാശി പിടിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, അതുപോലെ തന്നെ ഞാനൊന്ന് ഫെയിൽ ആയി എന്ന് കരുത്. ഡസ് ദാറ്റ് മീൻ ഞാൻ അത് തന്നെ വേറൊരിടത്ത് ചെയ്താൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ചെയ്താൽ അത് സക്സസ് ആവില്ല എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ സക്സസിനും ഫെയിലിയറിനും ആകെ ഒരു ഇന്റർപ്രിട്ടേഷനേ ഉള്ളൂ. എന്താണ്? മൈൽ സ്റ്റോൺസ് അല്ലെ? മൈൽ സ്റ്റോൺസിനാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്, അല്ലെ ഡെലിവറബിൾസ് അല്ലെ? നമ്പേഴ്സ് ആണ് ഇതെല്ലാം. നമ്പേഴ്സ് ഓർ സിറ്റുവേഷൻസ് ഓർ ഈവന്റ്സ്, ഇതൊക്കെയാണ് ഈ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നുള്ള എന്റെ ടെർമിനോളജി. എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫെയിലിയർ എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, where I suffered huge financial losses. Okay, the first was when I was trying innovation within the real estate industry where I was working, and the second was when I was trying to enter the healthcare industry. ഞാൻ ഇന്നോവേഷൻ ഇൻ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഐ സഫേർഡ് ഫിനാൻഷ്യൽ ലോസസ്. പക്ഷെ അതിൽ നിന്നും ഇവോൾവ് ചെയ്തതാണ് എന്റെ K-12 സ്കൂൾസ്, മൈ ഗാർഡിയൻ പബ്ലിക് സ്കൂൾസ്. എന്റെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോട്ടുള്ള എന്റെ ഒരു എൻട്രി, അതിൽ നിന്നും ആ ഫെയിലിയറിൽ നിന്നും ഇവോൾവ് ചെയ്തതാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സൂത്തിക എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്. ആൻഡ് ദീസ് ടു ആർ സം ഓഫ് ദ മോസ്റ്റ് ബ്രില്യന്റ് ജേർണീസ് ദാറ്റ് ഐ എം ലിവിംഗ് റൈറ്റ് നൗ. സോ ഡസ് ദാറ്റ് മീൻ എന്റെ ആ ലോസസ് അതെന്റെ ഫെയിലിയർ ആണോ? പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര ഫെയിലിയർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഐ എം വെരി ഹാപ്പി ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ്. ഡസ് ദാറ്റ് മീൻ ഐ എം സക്സസ്ഫുൾ? ഐ ഡോണ്ട് തിങ്ക് സോ. You understood? So what I'm trying to say here is, success does not mean yes I have done it എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാനോ, failure doesn't mean oh it's over and done എന്ന് പറഞ്ഞിരിക്കാനോ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. Both are ഒരു ക്രോസ് റോഡ്സ് ആണ് where we just evolve or we just reinvent ourselves, right? I just want to end on a note where Robert Frost എന്ന് പറഞ്ഞൊരു പോയറ്റ് ഉണ്ട്. He wrote this. He said, two roads diverge. രണ്ട് വഴികൾ ഡൈവേർജ് ചെയ്യും. I took the road less traveled. അധികം യാത്ര ചെയ്യാത്ത വഴി ഞാൻ സെലക്ട് ചെയ്തു. And ആർക്കെങ്കിലും അറിയോ ഇത്? പറ, tell me. Two roads diverged. I took the road less traveled. Tell me. എല്ലാരും ചൂസ് ചെയ്യുന്ന വഴിയിൽ കൂടെ പോവാതെ ജസ്റ്റ് അവിടെ പോയിട്ട് പറയുന്നത് റീൽസ് ഒക്കെ കുറവായിരുന്നു. നടന്ന വഴി ഒരുപാട് പേര് നടന്ന് പരിചയമുള്ള വഴിയൊന്നുമല്ല. അപ്പൊ അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയില്ല, കുറച്ച് റിസ്ക് ആണ്. എങ്കിലും ഞാൻ ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള വഴിയിൽ കൂടെ പോവാണ്. And that made all the difference. അല്ലേ? To add that, റോബർട്ട് ഫ്രോസ്റ്റിന്റെ വേറൊരു പോയം ഉണ്ട്. ആ പോയമിൽ പറയുന്നത് I have miles to go. I have miles to go. Whoever knows have to say that with me. Miles to go. Very good. Thank you so much.